ഫ്രണ്ട്സ്, സുഖാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഏത് സ്ഥലമാണ്, എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു പോകാം. അപ്പം പിന്നെ വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ വ്ളോഗിലൂടെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ കാണാ കാഴ്ചകളും എന്താണ് നടന്നതും അവിടെ എന്തുകൊണ്ട് നമുക്കധികം പൊയ്ക്കൂടാ കേട്ടോ, അതും കൂടെ പറഞ്ഞു നോക്കണം എന്നുള്ളതൊക്കെ ബാക്കി വിശേഷം ഞാൻ അവിടെ പോയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ കേട്ടോ. ഇത് വഴിയാ പോകേണ്ടത്. അതെ, ഞാനിതാ ഈ നടന്ന് വരുന്ന വഴിയിൽ, ഇത് അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഏത് ഏരിയ ആണ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് കൊക്കോ മരം കേട്ടോ. കൊക്കോ പുഴുവിൻ്റെ അസുഖം ഉള്ളവർക്ക് ഈ കൊക്കോ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ അസുഖം മാറുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇതേ വിളഞ്ഞ് മുറ്റിയും മുറ്റാത്തതൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചും ആടിപ്പാടി ഒക്കെ വന്നെങ്കിലും ഈ സ്ഥലത്ത് വരുമ്പം എനിക്ക് വളരെ സങ്കടം തോന്നുകയാണ്. എന്തു പറയാനാണ്, ഒരു പ്രിയ സുഹൃത്തിൻ്റെ ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നതിന് ശേഷം ഞാൻ ബാക്കി പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം ദേ ആദ്യം ആ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്ക്. ആര് കണ്ടിരുന്നാലും വന്ന് എത്തിപ്പെടുന്ന ഒരു സ്ഥലവുമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പൊ വെയിലായതുകൊണ്ടാണ് ഇത്ര വെള്ളക്കുറവ്. അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം വരെ വെള്ളം ഉണ്ടെന്നാണ് നമ്മളെ അയൽവക്കത്തെ ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാനത് ഇതുവഴി, നല്ലൊരു വഴി കിടക്കുന്ന ഇതുവഴി മുന്നോട്ട് നടന്ന് നീങ്ങുകയാണേ. കാട്ടുപോത്തുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഫോറസ്റ്റ് ഏരിയ ആണ്, ചൂട് ടൈമാണ്, എല്ലാം കാണാൻ സാധ്യത ഉണ്ട്. എനിക്കതേ പറയാനുള്ളൂ. സത്യം പറയാമെങ്കിൽ നല്ല വെയിലുണ്ട്. നമ്മൾ ഒരു 2 മണി ടൈമിലാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കാഞ്ചിമൂട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ചിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ കള്ളിക്കാട് പഞ്ചായമാണ്. ഇവിടെ എന്താണ് നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രിയ കുഞ്ഞ് അനുജത്തി കേട്ടോ, ഈ പാറയുടെ ഈ സൈഡിൽ നിന്ന് കുളിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഈ പാറ കണ്ടോ, ഈ പാറയുടെ ഈ സൈഡിൽ നിന്നാണ് കുളിക്കാൻ ഇറങ്ങിയത് കേട്ടോ. ഏതാണ്ട് 1 മാസം പോലും ആയിട്ടില്ല, 2 ആഴ്ച എങ്ങാണ്ട് കഴിഞ്ഞതേ ഉള്ളൂ, മരണപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കുഞ്ഞു മക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ദയവ് ചെയ്ത് നമ്മളെ ഇതുപോലെയുള്ള വെള്ളക്കെട്ടുകൾ കാണാൻ വരുമ്പോൾ നീന്തൽ അറിയില്ലെങ്കിൽ ഇറങ്ങരുത് കേട്ടോ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇതിപ്പോൾ ഈ വെക്കേഷനും കൂടെയാണ്, സ്കൂൾ വെക്കേഷൻ ആകുമ്പോൾ പിള്ളേർ ഓടിയെത്തുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടോ, അതെ ഈ പോർഷൻ കണ്ടോ, ഇവിടെ നിന്ന് കുളിക്കുമ്പോഴാണ് അപകടം പറ്റിയത് കേട്ടോ. തെന്നലുണ്ട്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം എൻ്റെ ടീനേജ് മക്കളെ, ഇപ്പം വെക്കേഷൻ ടൈം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ എങ്ങോട്ട് പോകണം, വെക്കേഷൻ എവിടെ ആഘോഷിക്കണം എന്നുള്ള തത്രപ്പാടിലാണ് നിങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ മക്കളെ, നിങ്ങൾക്ക് എന്തു പറയാനാണ്, നീന്തൽ അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരടി ബാക്കിൽ നിന്ന് സ്ഥലം കണ്ടോ ആസ്വദിക്കുക. ആസ്വാദനത്തിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ദേ എനിക്ക് തന്നെ ഇവിടെ നിന്നപ്പോൾ പോകാൻ തോന്നുന്നില്ല കേട്ടോ. അത്രമാത്രം നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. വീണ്ടും പറഞ്ഞു പോവുകയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ചിമൂട് എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ എന്തു പറയാനാണ്, കള്ളിക്കാട് പഞ്ചായത്ത് നെയ്യാർ ഡാമിൻ്റെ ഒരു പോർഷനും കൂടെയാണ് കേട്ടോ. അപ്പം മക്കളെ, വീണ്ടും എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപകട സാധ്യതയുള്ള വീഡിയോ ഞാൻ കൂടുതൽ എടുത്തിടുന്നതാണ്. അപ്പം ശ്രദ്ധിക്കുക, അപകടം കഴിവതും ഒഴിവാക്കുക. വെള്ളത്തിൻ്റെ ആഴം നിങ്ങളായിട്ട് ശ്രമിച്ച് അങ്ങോട്ട് അറിയാനായിട്ട് പോകണ്ട. വീട്ടിലുള്ള പാരൻസിനെയൊക്കെ ഒന്നുകൂടെ ഓർത്തിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ എന്നാൽ.